ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനും എൻ്റെ അമ്മയായിട്ട് ചെറിയൊരു പിണക്കത്തിലാണ് കേട്ടോ. അതിൻ്റെ വാശിയാണ് എൻ്റെ ഈ രണ്ട് കയ്യിലും ഇരിക്കുന്നത്. വേറൊന്നുമല്ല, കുറച്ച് മീനാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയാണ് ആഹാരം കഴിക്കുന്നത്. അപ്പോൾ പിണക്കത്തിലായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി അങ്ങോട്ട് പോകണ്ട, ഇവിടെ തന്നെ എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം പോയി പിന്നെ ഷോപ്പൊക്കെ അടച്ചിട്ട് പോയി കുറച്ച് മീൻ വാങ്ങി കേട്ടോ. ഒരു കയ്യിലിരിക്കുന്നത് പുഴ മീനും ഒരു കയ്യിലിരിക്കുന്നത് നമ്മുടെ കടൽ മീനുമാണ്, ചൂര മീനുമാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ രണ്ടാമത്തെ നിലയിൽ താമസിക്കുന്നത് കൊണ്ട് വാടകയ്ക്കാണല്ലോ. അപ്പോൾ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ കഴുകാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അടുക്കളയിലിട്ട് കഴുകുമ്പോഴത്തേക്കാണെങ്കിൽ അവിടെയൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ അവിടെ ഇട്ട് കഴുകാറില്ല. അപ്പം നമ്മൾ ഓപ്പൺ ടെറസിൽ അതിൻ്റെയും മുകളിലത്തെ ഇതിൽ കയറി വേണം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം തന്നെ ഒരു 5-6 പ്രാവശ്യം കയറി ഇറങ്ങും കേട്ടോ. കാരണം താഴത്തെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിൽ കയറണം, പിന്നെ മുകളിലത്തെ രണ്ടാമത്തെ നിലയിൽ നിന്ന് പിന്നെ അതും പോയിട്ട് മുകളിലത്തെ നിലയിൽ കയറണം, പിന്നെ കുഞ്ഞിന് ആഹാരം വെച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കയറണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മടിക്കുന്നതും. കാരണം മീൻ കഴുകാനൊന്നും സൗകര്യമില്ല. അപ്പോൾ വേസ്റ്റൊക്കെ നമ്മൾ ഇവിടെ ഇട്ടാണ് കേട്ടോ കത്തിക്കുന്നത്. ഇത് നേരത്തെ അവരുടെ ഒരു അടുക്കളയായിരുന്നേ. അപ്പോൾ ഈ അടുക്കള ഇപ്പോൾ പൊട്ടിച്ച് ഇവിടെ സ്ലാബ് കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലിട്ടാണ് കേട്ടോ നമ്മൾ വേസ്റ്റൊക്കെ കത്തിക്കുന്നത്. അപ്പോൾ ഇനി അമ്മയുടെ പിണക്കമായതുകൊണ്ട് ഞാനും വിചാരിച്ച് ഞാനും വിട്ടു കൊടുക്കണം. എത്ര ദിവസത്തേക്കാണെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കാണെങ്കിൽ ഈ അടുക്കളപ്പണി ചെയ്യുന്നതെന്ന് പറയുന്നത് എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. എപ്പോഴും അടുക്കളയ്ക്കകത്ത് കയറി കിടക്കുക, പിന്നെ ഈ മീനൊക്കെ കഴുകുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ഞാൻ വെച്ചാലും അത്ര നന്നായിരിക്കത്തില്ല കേട്ടോ. പിന്നെ ഞാൻ തന്നെ ലാസ്റ്റ് സറണ്ടറായി അമ്മയുടെ അടുത്ത് പോവേണ്ടി വരും. അമ്മയും ഞാനും കൂടെ എന്ന് പറഞ്ഞാൽ വഴക്കെന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ പാകിസ്ഥാൻ കൂടെ ഇത്രയും വഴക്ക് കാണത്തില്ല, അത്രയും ഭയങ്കര വഴക്കാണ് കേട്ടോ. ഇത് അമ്മായി മരുമോളും ആയിരുന്നെങ്കിൽ ഇതിവിടെ ഒന്നും എത്തത്തില്ല കേട്ടോ. കുടുംബകലഹമെന്ന് പറഞ്ഞാൽ കുടുംബകലഹം ആയേനെ. അമ്മ ജയിക്കാൻ വേണ്ടിയിട്ട് അമ്മ എന്ത് വേണോ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെയാണെങ്കിൽ അമ്മയും മോളും അല്ലേ എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ അമ്മയല്ലേ എന്ന് പറഞ്ഞ് നമ്മളും ക്ഷമിക്കും, മോളല്ലേ എന്ന് പറഞ്ഞാൽ അമ്മയും ക്ഷമിക്കും. പക്ഷേ അമ്മായിയും മരുമോളുമായ ഇത് രണ്ടും രണ്ടായേനെ ഒരിക്കലും ക്ഷമിക്കത്തില്ല കേട്ടോ. അത്രയ്ക്കുള്ള വഴക്കുണ്ട്. പിന്നെ ഒരു കാര്യം, അമ്മയായാലും ഇത് മോളായാലും സഹോദരനായാലും സഹോദരിയായാലും നമുക്കൊരു വീഴ്ച ഉണ്ടായാൽ ഈ അമ്മയും കാണത്തില്ല, സഹോദരനും കാണത്തില്ല, ആരും കാണത്തില്ല കേട്ടോ. അവനവൻ്റെ തൻ്റെ ഇടവും മനക്കെട്ടിയും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ജീവിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ എന്താ പറയുക ജീവിക്കുക. അല്ലാതെ അമ്മ നോക്കും സഹോദരങ്ങൾ നോക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളെ ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടായ വാരി കെട്ടിക്കൊണ്ട് ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ആരും നോക്കത്തില്ല കേട്ടോ. ചിലയിടത്താണെങ്കിൽ ആൺമക്കൾക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കും, ചിലയിടത്താണെങ്കിൽ പെൺമക്കൾക്ക് ഭയങ്കര പ്രാധാന്യം കൊടുക്കും. ചില അമ്മമാരാണെങ്കിൽ പെൺമക്കളെ കല്യാണം കഴിച്ച് വിട്ടാലും ആൺമക്കളുടെ ജീവിതം എങ്ങനെയോ പോട്ടെന്ന് പറഞ്ഞിട്ട് പെൺമക്കളെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതോടെ ആൺമക്കളുടെ ജീവിതവും പോവും, അവരുടെ ഭാര്യമാരും പോവും, രണ്ടും രണ്ടാവും. ചിലയിടത്താണെങ്കിൽ ആൺമക്കൾ ഉള്ളിടത്ത് ആൺമക്കൾ ജീവിക്കണം, പെൺമക്കളാണെങ്കിൽ പിന്നെ അവിടെ വന്ന് കയറാനേ പാടില്ല, പിന്നെ ആൺമക്കൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള അമ്മയും അച്ഛന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഏകദേശം കൂട്ടിക്കലർത്തിയൊക്കെ നോക്കുമ്പോൾ ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മീൻ കഴുകാൻ വന്നപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞനാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന് കൊതി വന്നിട്ട് വയ്യ മീൻ കഴുകുന്നത് കണ്ടുകൊണ്ട്. അവന് രാവിലെ ആഹാരമൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഇവനെ ഇടാനും നമുക്ക് സൗകര്യങ്ങളൊന്നുമില്ല. ഇവിടെ ചെറിയൊരു ഓപ്പൺ ടെറസിൽ ചെറിയൊരു ബാത്റൂം ഉണ്ട് നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്നത്. അപ്പോൾ അവിടെയാണ് കേട്ടോ അവനെ ഇട്ടിരിക്കുന്നത്. ഞാൻ കിച്ചുവിനോട്, എൻ്റെ മോക്കാണ് പട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു ഇവിടെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കൊണ്ടുവരരുതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവളാണെങ്കിൽ എന്നെ അറിയാതെ അവളും എൻ്റെ അനിയനും കൂടെ പോയി വാങ്ങിക്കൊണ്ടുവന്ന് ഇട്ട് കേട്ടോ. അവൾക്ക് 2-3 അടിയൊക്കെ ഞാൻ കൊടുത്തു. അപ്പോൾ ഇവന് ആഹാരം കൊടുക്കാത്തതുകൊണ്ട് ഇവൻ മീനിൻ്റെ മണം കേട്ടപ്പോഴത്തേക്ക് കിടന്നുകൊണ്ട് ചാടി പൊടിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ കടി തരുമെന്ന് പറഞ്ഞിട്ട് എവിടെ കേൾക്കാൻ. അതിൻ്റെ കൂടെയാണെങ്കിൽ കാക്കയും വന്നിരിക്കുകയാണ്, അതിനെപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ വേവിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുന്നത് വരെ എനിക്കാണെങ്കിൽ ഒരു മനതൃപ്തി ഇല്ല കേട്ടോ. കാരണം ഞാൻ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ കഴിക്കത്തില്ല, ഞാൻ എടുത്തോണ്ട് തട്ടുകയാണ് പതിവ്. ഈ മീൻ ഞാനും എൻ്റെ മോളും മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ മോളാണെങ്കിൽ എത്ര പിണങ്ങിയാലും അങ്ങ് അമ്മാമ്മയെ കണ്ടില്ലെങ്കിൽ അവൾക്ക് കിടപ്പ് വരത്തില്ല കേട്ടോ. അപ്പോൾ എന്നെ എന്തോ പറഞ്ഞപ്പോഴത്തേക്കാണെങ്കിൽ അവളും എന്തോ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതും അമ്മയ്ക്ക് പിടിക്കാത്തത് കൊണ്ട് അവളെ എന്തോ പറഞ്ഞു, അതുകൊണ്ട് അവളും പോവാതെ പിണങ്ങിയിരിക്കുവാണ്. അമ്മയാണെങ്കിൽ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് വന്ന് അച്ഛനോട് പറഞ്ഞു കൊടുത്തു, പിന്നെ എൻ്റെ അനിയനോട് പറഞ്ഞു കൊടുത്തു.
ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷേ അമ്മായിയാണെങ്കിൽ അമ്മായിക്ക് ഭർത്താവുണ്ടെങ്കിൽ അമ്മായിയുടെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ മരുമോൻ ഉണ്ടെങ്കിൽ മരുമോനോട് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ മോളുണ്ടെങ്കിൽ മോളോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ കുടുംബകലമാവും. ഇതങ്ങനെയല്ല. മോൻ്റെയോടെയും അച്ഛൻ്റെയോടെയും ഒക്കെ പറഞ്ഞു കൊടുത്ത് അവരെ വായിന്ന് പിന്നെ എനിക്ക് വെച്ച് കഴിപ്പിച്ച് വെച്ച് തന്നാലേ അവർക്ക് സമാധാനമാവത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യം. പിന്നെയാണെങ്കിൽ നമ്മുടെ സാധനം വാങ്ങിയതൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അയ്യോ, അതാണെങ്കിൽ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ബഹുവിശേഷം തന്നെ കേട്ടോ. അതുകൊണ്ട് എത്ര സ്നേഹത്തിൻ്റെ പുറത്തായാലും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സാധനങ്ങൾ ഗോൾഡായാലും ശരി, പൈസ ആയാലും ശരി, കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ സ്നേഹത്തിൻ്റെ പുറത്ത് നമ്മൾ കൊടുക്കും. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് അമ്മയ്ക്കും ദേഷ്യം, സഹോദരങ്ങൾക്കും ദേഷ്യം. അത് തരാനുണ്ടോ, അത് അന്നത്തെ വിലയ്ക്ക് ഗോൾഡ് തന്നാൽ പോരെ, ഇന്ന് ഇത്രയും വിലയായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പേരിൽ തുടങ്ങും. പിന്നെ നമ്മളാണെങ്കിൽ തിരിച്ച് അങ്ങോട്ട് പറയുമ്പോൾ അത് അവർക്ക് പിടിക്കത്തില്ല. അപ്പം പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അതിനേക്കാളും ദേഷ്യം വരും. അതുകൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളൊന്നും എത്ര തന്നെ സ്നേഹത്തിലായാലും തെളിവില്ലാതെ ഒരു സാധനവും കൊടുക്കുന്നത് നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുവാണ്. അപ്പോൾ നമ്മൾ മീനൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. മീനൊക്കെ ആണെങ്കിൽ ഞാൻ ഒരു വിധമൊക്കെ അറുത്തൊപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ അമ്മയെ കണ്ട് പഠിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, മീൻ അറുക്കുന്ന രീതിയൊക്കെ. അപ്പോൾ മീനൊക്കെ അറുത്ത് ഒരു വിധമൊക്കെ ഒപ്പിച്ച് ഉറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം വൃത്തിയായിട്ട് ഇങ്ങനെ കഴുകിയത്. നമ്മുടെ ചൂര മീനൊക്കെ ആണെങ്കിൽ അതിൻ്റെ പുറമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തൊലിയൊക്കെ ഉരിച്ചെടുക്കണം കേട്ടോ. അതൊക്കെ ഉരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. പക്ഷേ എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ വൃത്തിയാക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോഴത്തേക്ക് മനസ്സിനൊരു തൃപ്തി കിട്ടത്തില്ല കേട്ടോ. ചിലയിടത്ത് നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിക്കുമ്പോൾ അവിടെയാണെങ്കിൽ ഈ മീനൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ എടുക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമുക്കാണെങ്കിൽ കഴിക്കണമല്ലോ ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു തേട്ടിയാണ് കഴിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് കഴിച്ചേ പറ്റത്തുള്ളൂ. നമുക്ക് അത്രയ്ക്ക് വിശപ്പായിരിക്കും. നമുക്ക് എവിടെയെങ്കിലും പോയി മറ്റേ എന്തോ പറയുമല്ലോ, ചേര തിന്നുന്ന ആറ്റിപ്പോയി അതിൻ്റെ നടുക്കണ്ടവും കഴിക്കണമെന്ന് അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അപ്പോൾ അതുപോലെയാണ് കേട്ടോ അവസ്ഥ. നമുക്ക് പറ്റത്തില്ല, എന്നാലും നമ്മൾ കഴിച്ചു പോകും. അപ്പോൾ അങ്ങനെ ചൂരയൊക്കെ കഴുകി വെച്ച് കേട്ടോ. അടുത്താണെങ്കിൽ നമ്മുടെ ആറ്റുമീൻ കഴുകുകയാണ്. അവർ കട്ട് ചെയ്ത് തന്നെയാണ് കേട്ടോ അവിടെ നിന്ന് തന്നത്. കട്ട് ചെയ്ത് തന്നെങ്കിലും അതിനകത്തുള്ള ഈ കറുത്ത സാധനം ഒരുമാതിരിയൊക്കെ ഇരിക്കും കേട്ടോ. അതിനെല്ലാം വലിച്ചെടുക്കണം. അതൊക്കെ വലിച്ചെടുത്തില്ലെങ്കിൽ അതങ്ങനെ ഒരുമാതിരി ഇരിക്കും. പിന്നെ ഇതാണെങ്കിൽ നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. വറുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത് നമുക്ക് ഇതുണ്ടല്ലോ, വെളുത്തുള്ളിയാണെങ്കിൽ ഞാൻ ഇന്നലെ സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ കടയിലുള്ള ആളോട് പറഞ്ഞു വെളുത്തുള്ളി വേണമെന്ന് പറഞ്ഞു. പക്ഷേ അയാളാണെങ്കിൽ വെളുത്തുള്ളി അയാൾ മറന്നുപോയി. പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പോഴത്തേക്ക് രാത്രിയായി കേട്ടോ. പിന്നെ വിഷുവിൻ്റെ അന്നാണ് ഇത് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയത്. വിഷുവിൻ്റെ പിറ്റേന്നുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ വാങ്ങിക്കാൻ വെളുത്തുള്ളി ഇട്ടില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഞാൻ വിചാരിച്ച് ഇനി നമുക്ക് ഉച്ചയ്ക്ക് ഷോപ്പിൽ പോയിട്ട് ഞാൻ കഴിക്കാൻ വരും. അടുത്താണ് വീട്. അപ്പോൾ കഴിക്കാൻ വരും. അപ്പോഴേ കടയിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന് അരച്ച് പെറുക്കി പിന്നെ അതും കൂടെ ഇട്ട് പുരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇരുന്നിട്ടാണെങ്കിൽ എണീക്കാനുള്ള എൻ്റെ ഈ ബുദ്ധിമുട്ട് കണ്ട. അങ്ങനെയാണ് കേട്ടോ എൻ്റെ അവസ്ഥയെന്ന് പറയുന്നത്. ദേഹം മൊത്തം വേദനയാണ്, എന്ത് പറയാൻ, പഞ്ചറായിരിക്കുന്നത് പോലെ അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ മീനൊക്കെ അരച്ച് കലക്കി വെച്ച് കേട്ടോ. തേങ്ങ അരച്ചാണ് മീൻ വയ്ക്കുന്നത്. നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തുകാർ തേങ്ങ അരച്ചാണ് കേട്ടോ മീൻ വയ്ക്കുന്നത്. തമിഴ്നാട്ടിലെ ചിലർ പറയും നിങ്ങളെന്താ തമിഴരാണോ? തമിഴരല്ല, ഞാൻ പൊതുവേ നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിലാണ് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ്. കാരണം ഇത് കഴിഞ്ഞു പോയാൽ പിന്നെ തമിഴ്നാടാണ് കേട്ടോ. അപ്പം നമ്മൾ ബോർഡറിലാണ്. അപ്പോൾ ഇന്നലെ വെച്ച സാമ്പാറുണ്ട്. അപ്പോൾ ഇഡ്ഡലിയാണ് കേട്ടോ രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ സാമ്പാറുണ്ട്, ഇന്നലെ വിഷുവിന് വെച്ച സാമ്പാർ. അപ്പം മീനൊക്കെ അരച്ച് കലക്കി അടുപ്പിൽ വെച്ച് അതെല്ലാം വെന്തിട്ട് ഇനി ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുവാണ്. ഇത് എവിടെ നിന്ന് വാങ്ങിയെന്ന് ചോദിച്ചാൽ ഈ ഡ്രസ്സ് ഒലീവിയ ഡിസൈൻസ്, അച്ചു ഒലീവിയ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഷോപ്പിൽ നിന്ന് നമുക്ക് ഓർഡർ ചെയ്തപ്പോൾ ഓൺലൈനായിട്ട് അയച്ചു തന്നതാണ്. വെറും കുറഞ്ഞ വിലയേ ഉള്ളൂ കേട്ടോ. കോട്ടനാണ്, പ്യുവർ കോട്ടനാണ്. ഈ ചൂട് സമയത്ത് ഇടാൻ പറ്റിയതാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് മാക്സിമം വില കുറച്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.